നമ്മുടെ രാജ്യത്ത് അവർക്കെതിരെ സംസാരിക്കുന്നവരോട്, നമ്മുടെ രാജ്യത്ത് ശരിയുടെ നിലപാടുകൾ പറയുന്നവരോട് വെറുപ്പിന്റെ രാഷ്ട്രീയ ഭാഷയിൽ ഉപയോഗിച്ചുകൊണ്ട് അവരെയെല്ലാം വേട്ടയാടുകയും തങ്ങളുടെ അധികാരത്തിന്റെ ചാട്ടവാർ ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി അവരെയെല്ലാം ജയിലിലടയ്ക്കുകയും അല്ലാത്തവരെ ആകെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുകയും ചെയ്യുന്ന നമ്മുടെ രാജ്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു നെറികെട്ട രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ള സമയത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷവും ഉൾപ്പെടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് മതേതരത്വവും ജനാധിപത്യവും ബഹുസ്വരതയും ജനപക്ഷ നിലപാടുകളുമെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ആരും തങ്ങൾക്കെതിരെ ശബ്ദിക്കുവാനില്ല എന്ന അഹങ്കാരത്തോടെ ഹുങ്കോടുകൂടി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ വെല്ലുവിളിക്കുമ്പോൾ ഭൂരിപക്ഷമാകുന്ന വോട്ടർമാർ ഈ വെല്ലുവിളിക്കെതിരായി തങ്ങളുടെ വിലപ്പെട്ട പൗരാവകാശങ്ങൾ രേഖപ്പെടുത്തണം. ആ പാർലമെന്റിൽ ഈ നരാധപന്മാർക്കെതിരെ സംസാരിക്കുവാൻ RSS BJPക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന ശക്തമായ നേരിന്റെ രാഷ്ട്രീയവുമായ നിലപാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എംപിമാർ പാർലമെന്റിന്റെ സഭയിൽ ഉണ്ടാകുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അവധാനതയോടുകൂടി വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യത്തോടും വിശിഷ്യ കേരളത്തിലെ ജനസമൂഹത്തോടും ആവശ്യപ്പെടുന്നതും അതിൻ്റെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാനിതിൻ്റെ മറ്റിതരങ്ങളായ ഒരു കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ MLA അടക്കം ഒട്ടനവധിയായ നമ്മ അറിയേണ്ട ഈ നാടിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുവാനായി വേദിയിലുണ്ട് എന്നതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമുക്കെല്ലാം ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ കോന്നി നിയോജക മണ്ഡലം കൺവീനറും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായ സഖാവ് PJ അജയ്കുമാറിനെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പേരിൽ ഈ സമ്മേളനത്തിന്റെ പേരിൽ ഏറെ ആദരവോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുവാൻ ഇവിടെ ഈ ജില്ലയിലാകെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് രാഷ്ട്രീയ നേതൃത്വമായി നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന CPIMന്റെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ല. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഓരോ പ്രവർത്തകനും സുപരിചിതനായ ഇവിടുത്തെ സാധാരണ പ്രവർത്തകരോടൊപ്പം സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് താഴെ തട്ടിലേക്ക് ഇറങ്ങി ഈ പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കുവാൻ ശക്തിപ്പെടുത്തുവാൻ പ്രവർത്തിക്കുന്ന
CPIM-ന്റെ ജില്ലാ സെക്രട്ടറി സൗ KP ഉദയഭാനുവിനെ ഏറെ അഭിമാനത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മോട് സംസാരിക്കുവാൻ, ഈ സമ്മേളനത്തിന് അഭിവാദ്യം രേഖപ്പെടുത്തുവാൻ നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിലെ ജനങ്ങളാകെ ഏറെ സ്വീകാര്യതയോടുകൂടി വിജയിപ്പിച്ച നമ്മുടെ നാട്ടുകാരൻ, മലയോര മേഖലയുടെ പുത്രൻ സൗ KU ജനീഷ് കുമാർ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പിന്തുണയോടെ ആ ഗവൺമെന്റിന് എന്തെല്ലാം ലഭ്യമാകുമോ അതെല്ലാം ഈ നാടിനെ ലഭ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോന്നി അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മുഖവും മാറ്റിയെടുക്കുവാൻ അക്ഷീണം പ്രവർത്തിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ കരുതലോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ധീരമായ നേതൃത്വമായി പ്രവർത്തിക്കുന്ന സൗ KU ജനീഷ് കുമാർ MLA ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മോട് സംസാരിക്കുവാൻ മുൻ DCCയുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന, ഇവിടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവായ സൗ ബാബു ജോർജ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം UDF-ന് വേണ്ടി, ഐക്യമുന്നണിക്ക് വേണ്ടി ഈ നാട്ടിലാകെ പ്രവർത്തന നേതൃത്വമായി നിന്നിരുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് ഒരു വലിയ കരുത്തു കൂടിയാണ്. സഹോ ബാബു ജോർജിനെ ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരുടെയും അനുമതിയോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമ്മേളനത്തിൽ ഇവിടെ സഹോ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുവാനും അതിനുപരിയായി CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നമുക്കെല്ലാവർക്കും സുപരിചിതനുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലയിലെ നേതൃത്വ പ്രവർത്തകനും നേതാവുമായ സഹ ഓമല്ലു ശങ്കരൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹ ഓമല്ലു ശങ്കരൻ സാറിനെ ഈ യോഗത്തിലേക്ക് ഏറെ ആത്മാർത്ഥതയോടെ, അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ശ്രീ എബ്രഹാം വാഴയിൽ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് ഈ മണ്ഡലത്തിലാകെ പൊതുനേതൃത്വമായി നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ എബ്രഹാം വാഴയിലിനെ ഏറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ജാജു നെടുമ്പുറം, ഒരു പരിചയപ്പെടുത്തേണ്ടയും ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനു വേണ്ടി ഈ മണ്ഡലത്തിലും ജില്ലയിലുമാകെ നേതൃത്വമായി നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ രാജു നെടുമ്പുറത്തിനെ ഏറെ ആദരവോടെ, അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. CPIM-ന്റെ കോന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഹോ ശ്യാംലാൽ, ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ മുന്നണിയുടെ കെട്ടുറപ്പാർന്ന പ്രവർത്തനത്തിനായി കോന്നി മണ്ഡലത്തിന്റെ സെൻട്രൽ മേഖലയിലും ഏരിയ പരിധിയിലും ശക്തമായ നേതൃത്വമായി പ്രവർത്തിക്കുന്ന സഹോ ശ്യാംലാലിനെ ഏറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. CPI-യുടെ കോന്നി മണ്ഡലം സെക്രട്ടറി സൗ K രാജേഷ് ഈ വേദിയിലുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായി ഈ മണ്ഡലത്തിലാകെ പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനായ സൗ K രാജേഷിനെ ഈ സമ്മേളനത്തിലേക്ക് ഏറെ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജനതാദളിന്റെ നേതാവ് ശ്രീ സോമൻ പാമ്പായിക്കോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായി ഈ മുന്നണിയുടെ എല്ലാവിധമായ കരുത്താർന്ന പ്രവർത്തനം നേതൃത്വം നൽകുന്ന സഖാവ് ശ്രീ സോമൻ പാമ്പായിക്കോടിനെ ഏറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള NCP-യുടെ കോന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ്, ഇടതുപക്ഷ മുന്നണി പ്രവർത്തനത്തിനായി ഈ മണ്ഡലത്തിലെല്ലാം നേതൃത്വമായി നിന്ന് നേതൃത്വ പ്രവർത്തനം നടത്തുന്ന സഖാവ് ശ്രീ ബൈജുവിനെ ഈ വേദിയിലേക്ക്, ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു.
കോന്നി മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി സൗ കെ രാജേഷ്, പ്രസിഡന്റ് സൗ എ ദീപകുമാർ, മറ്റ് മേഖലകളിലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മേഖലാ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന DC മെമ്പർമാർ, മണ്ഡലം കമ്മിറ്റി മെമ്പർമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിയോജക മണ്ഡലത്തിലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രബുദ്ധരായ സഖാക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളടക്കം ഈ പരിപാടി വിജയിപ്പിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും, ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. സഖാക്കളെ, ഈ റോഡിൽ നിൽക്കുന്ന സഖാക്കൾ വാഹനത്തിന് തടസ്സമുണ്ടാക്കാതെ ഈ ഗ്രൗണ്ടിലേക്ക് കയറേണ്ടതാണ്. സ്റ്റേജിൻ്റെ എതിർവശത്തായി ആ കമ്പിവേലികൾക്കുള്ളിൽ നിൽക്കുന്ന സഖാക്കളും ഇവിടെ കടന്നു വന്ന് യോഗം വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സഖാവ് PJ അജയകുമാർ, വേദിയിലുള്ള സ്വാഗതം ആശംസിച്ച സഖാവ് PR ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കൾ, സുഹൃത്തുക്കൾ, ബഹുമാന്യരെ, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഖിലേന്ത്യാ നേതാവ്, CPIM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഒരല്പ സമയത്തിനുള്ളിൽ തന്നെ ഈ കോന്നിയിൽ എത്തിച്ചേരും. അദ്ദേഹം കോന്നിയിൽ എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം നേരിടുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി നമ്മോട് പ്രിയപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരി സംസാരിക്കും. വേദിയിൽ മറ്റ് നേതാക്കന്മാരുമെല്ലാം ഉണ്ട് താനും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ഡോക്ടർ തോമസ് ഐസക്കാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയം ഇതിനോടകം തന്നെ ഈ നാട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ വിശ്വാസികൾ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അതിനപ്പുറത്തു നിന്ന
ധാരാളം ബഹുജനങ്ങൾ ഇത്തവണ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും LDF കാൻഡിഡേറ്റ് ഡോക്ടർ തോമസ് ഐസക് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ച് ഇരിക്കുക മാത്രമല്ല, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാം കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്കെല്ലാം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. ഡോക്ടർ തോമസ് ഐസക് കടന്നു പോകുന്ന വഴികളിലാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലാണെങ്കിലും എല്ലാം വലിയ നിലയിലുള്ള പങ്കാളിത്തമാണ് ഇടതുപക്ഷ ഇതര ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം കാരണങ്ങൾ അതിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 40 വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള തെളിമയാർന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് കൂടിയുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യത. ചില മാധ്യമങ്ങളെല്ലാം ഊതിപ്പെരുപ്പിച്ചെടുക്കുന്ന ചില കള്ള സർവേകൾ മാത്രമാണ് ഇന്ന് UDFൻ്റെ ഒരു മുമ്പോട്ട് പോക്ക് എന്ന് മാത്രം, വേറൊന്നും അവർക്കില്ല. നാടൊന്നാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒഴുകുകയാണ്. ഡോക്ടർ തോമസ് ഐസക് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ അത് ഈ നാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ കിഫ്ബി പദ്ധതിയിലൂടെ മാത്രം 7000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. കോന്നിയെ സംബന്ധിച്ച് നമുക്കറിയാം. കോന്നിയിൽ നാട് ഏറെക്കാലം ആഗ്രഹിച്ച ധാരാളം വികസന പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലായി കഴിഞ്ഞിട്ടുള്ളത്. പത്തൊൻപത് വർഷത്തിലധികമായി ഈ നാട് ആഗ്രഹിച്ച വികസന പദ്ധതികൾ അതോരോന്നായി നടപ്പിലായത് ഡോക്ടർ തോമസ് ഐസക് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. കോന്നി, ആ കോന്നിയുടെ മുഖം അക്ഷരാർത്ഥത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സൈഡിലൂടെ പോകുന്ന ഹൈവേ, ആ ഹൈവേ കുറേ വർഷങ്ങളായി ഈ നാടിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ UDFൻ്റെ ഗവൺമെൻറ് ആ പദ്ധതി ഉപേക്ഷിച്ചിരുന്നു. കുറേ വർഷങ്ങളായി ഈ നാട് ആഗ്രഹിക്കുകയും പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടതുമായ പദ്ധതിയാണ് നമ്മുടെ മലയോര ഹൈവേ, പുനലൂർ മൂവാറ്റുപുഴ റോഡ്. ഉപേക്ഷിക്കാൻ കാരണം പണമില്ല എന്ന ഒറ്റ കാരണത്താലായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പം പണമില്ല. ആ പദ്ധതിയാണ് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 700 കോടി രൂപ മുടക്കി ഈ കാണുന്ന
നിലവാരത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ജനങ്ങൾ ഈ ഡെവലപ്മെന്റിനെ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും ഒന്നുമില്ലാത്ത ഘട്ടത്തിൽ ഉപേക്ഷിച്ച പദ്ധതി, പ്രളയവും ഓക്കിയും കോവിഡും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ലോകത്തെല്ലാ രാജ്യങ്ങളിലും വികസന പ്രവർത്തനത്തിനുള്ള പണം കുറയ്ക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു നമ്മെ കാണിച്ചു. ഈ മലയോര ഹൈവേ മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിന് കോന്നിയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന, അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴുള്ള സംഭാവന, കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പൂങ്കാവ് വഴി ചന്ദനപ്പള്ളിക്കുള്ള റോഡ്, ആ റോഡ് 11 കോടി രൂപ മുടക്കിയാണ് ഈ ഗവൺമെൻറ് ഡോക്ടർ തോമസ് ഐസക് നവീകരിച്ചത്. പൂങ്കാവിൽ നിന്ന് പത്തനംതിട്ടയ്ക്കുള്ള റോഡ്, കൂടൽ ആനയടി റോഡ് 103 കോടി രൂപ കൊടുത്താണ് നവീകരിച്ചത്. എളമണ്ണൂർ കലഞ്ഞൂർ പാടം റോഡ് 23 കോടി രൂപ കൊടുത്താണ് നവീകരിച്ചത്. ഞാൻ ഓരോ റോഡിൻ്റെ പേര് പറയുന്നില്ല. എല്ലാ പഞ്ചായത്തിലെയും എല്ലാ റോഡുകളും ഇന്ന് കോന്നിയിൽ തിളങ്ങുകയാണ്. ബാക്കി റോഡുകളെല്ലാം നവീകരിക്കുകയാണ്. ആ പണം നമ്മുടെ കോന്നിക്ക് അനുവദിച്ചു തന്നത് മറ്റാരുമല്ല, ഡോക്ടർ തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ നാട് ഏറെ പ്രതീക്ഷയോടെ ദീർഘനാൾ കാത്തിരുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. 2012 തറക്കല്ലിട്ടു. തറക്കൽ ഇട്ടവർക്കു തന്നെ അത് ഉപേക്ഷിക്കേണ്ടി വന്നത് അവരുടെ കയ്യിൽ കാശില്ലാഞ്ഞതുകൊണ്ടാണ്. കരാറ് കൊടുത്ത ആൾക്ക് പണം കൊടുക്കാൻ കാശില്ലാഞ്ഞതുകൊണ്ടാണ് ഉപേക്ഷിച്ചു പോയത്. അതൊരു പ്രേതാലയമായി ഇത്തിൾ ചെടികൾ നിറഞ്ഞ് അവിടെ ആ കെട്ടിടം മാറിയത്. പക്ഷെ നമ്മുടെ ആഗ്രഹമായിരുന്നു കോന്നി മെഡിക്കൽ കോളേജ്. ആ കോന്നി മെഡിക്കൽ കോളേജ് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആരോഗ്യവകുപ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. 352 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാന് അനുമതി നൽകിയത്, ധന അനുമതി നൽകിയത്, ഭരണാനുമതി നൽകിയത് കിഫ്ബിയിലൂടെയാണ്. ഡോക്ടർ തോമസ് ഐസക്കാണ്. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. അന്ന് കിഫ്ബിയിൽ നിന്നും 352 കോടി രൂപ കോന്നി മെഡിക്കൽ കോളേജിന് അനുവദിച്ചപ്പോൾ അതിനെ പുച്ഛിച്ചവരും പരിഹസിച്ചവരെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ മുൻ ജനപ്രതിനിധി തന്നെ എന്നാൽ ഇതൊന്ന് നടത്തി കാണിക്കണം എന്ന് നമ്മളെ വെല്ലുവിളിച്ചിരുന്നു. ഡോക്ടർ തോമസ് ഐസക് വളരെ പെട്ടെന്ന് തന്നെ അതിന് സാമ്പത്തിക അനുമതിയും നൽകി. ഇപ്പോൾ ഓരോ ദിവസവും നമ്മുടെ മെഡിക്കൽ കോളേജ് വളരുകയാണ്. അവിടെ മെഡിക്കൽ കോളേജ് ആകുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം നമ്മൾ നേടിയെടുത്തു.
ഇപ്പോൾ രണ്ടാം വർഷ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ആശുപത്രിക്കായി കൂടുതൽ കെട്ടിടങ്ങൾ, ICUവും കാഷ്വാലിറ്റിയും ഓപ്പറേഷൻ തിയേറ്ററും OP റൂമുകളും IP റൂമുകളും എല്ലാം അവിടെ അതിവേഗം ക്രമീകരിച്ചു. അക്കാഡമിക് ബ്ലോക്കും ജീവനക്കാർക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങളും മോർച്ചറികളും ഓഡിറ്റോറിയങ്ങളും ബാക്കി ഇന്റേണൽ റോഡുകളും എല്ലാമായി അതിൻ്റെ നിർമ്മാണം അതിവേഗം നമ്മുടെ കോന്നിയിൽ പുരോഗമിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് കിഫ്ബിയിലൂടെ നമുക്കനുവദിച്ച 352 കോടി രൂപ കൊണ്ടാണ്. ഓരോ ദിവസവും വളരെ വേഗം നമ്മുടെ മെഡിക്കൽ കോളേജ് കുതിക്കുകയാണ്. മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡിന് 14 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിനും നമുക്ക് ഭരണാനുമതി നൽകിയത് മറ്റാരുമല്ല, ഡോക്ടർ തോമസ് ഐസക്കാണ്. ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല, അഭിമാനത്തോടെ നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ ആശുപത്രികളും മെച്ചപ്പെട്ട നിലയിലേക്കുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് മാത്രം 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സ്കൂളുകൾ മുമ്പ് എന്തായിരുന്നു സ്ഥിതി? പല സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു, അടച്ചുപൂട്ടിയിരുന്നു. ഒരു ഗവൺമെന്റ് മാക്സിമം സഹായിക്കുന്നത് 5 ലക്ഷം 10 ലക്ഷമായിരുന്നുവെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കാണ് കേരളത്തിലെമ്പാടും, കോന്നിയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറണമെന്ന് തീരുമാനിച്ചതും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തതും. നമ്മുടെ കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രം 5 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പൂർത്തീകരിച്ചത്. ഓരോ സ്കൂളുകൾ, അതിൻ്റെ എല്ലാം കെട്ടിടങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ എല്ലാം കിഫ്ബി പദ്ധതിയിലൂടെയാണ് അതിവേഗം നമ്മുടെ നാട് കൈവരിച്ചത്. എല്ലാ രംഗത്തും ആ വികസന പദ്ധതികൾ നമുക്ക് അനന്തമായി സംസാരിച്ച് നീട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാടൊരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല പാലങ്ങൾ ഇപ്പോൾ അതിവേഗം അതിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലുമെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നാളുകളായിരുന്നു കഴിഞ്ഞ നാളുകൾ. മുമ്പെല്ലാം വികസനത്തിൻ്റെ പേരിൽ വലിയ മാമാങ്കങ്ങളാണ് കോന്നിക്കാർ കണ്ടിരുന്നത് എങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ കണ്ണിനെ തൊട്ട, മനസ്സിനെ തൊട്ട വികസന പദ്ധതികളാണ് ഈ കാലയളവിൽ നമ്മുടെ ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മൾക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ കഴിഞ്ഞ 15 വർഷക്കാലം കോന്നിയെ അവഗണിച്ച ഒരു അംഗമായിരുന്നു ആന്റോ ആന്റണി എന്ന് എല്ലാ കോന്നിക്കാർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കോന്നിയിൽ കേന്ദ്രീയ വിദ്യാലയം പണിതു എന്നുള്ളതാണ്. കോന്നിക്കാർക്കറിയാം എങ്ങനെയാണ് കോന്നിയിൽ കേന്ദ്രീയ വിദ്യാലയം വന്നത് എന്ന്. രാജ്യത്ത് 25 കേന്ദ്രീയ വിദ്യാലയങ്ങൾ അനുവദിക്കുന്നു. അതിൽ ചിലത് കേരളത്തിന് അനുവദിച്ചിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള 8 ഏക്കർ സ്ഥലം കേന്ദ്രീയ വിദ്യാലയത്തിനായി കോന്നിയിൽ നൽകി.
ആ നൽകുന്ന ഘട്ടത്തിൽ പത്തനംതിട്ട പാർലമെന്റ് അംഗത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അവർക്കറിയാം. മാസങ്ങളോളം മാധ്യമപ്രവർത്തകർ അത് ചർച്ചയാക്കിയതാണ്. കോന്നിയിലല്ല ആ കേന്ദ്രീയ വിദ്യാലയം പണിയേണ്ടത് എന്ന നിലപാടായിരുന്നു ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ കേന്ദ്രീയ വിദ്യാലയം നമുക്ക് അനുവദിച്ചത്. സഖാക്കളെ, MLA പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ ആരാധ്യനായ CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി നമ്മുടെ കോന്നിയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ഇനി ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മളെ തീർത്തും അവഗണിച്ച ഒരു MP ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇനിയും നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാടിലെ വന്യജീവി ശല്യമാണ്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ വന നിയമമാണ് ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. കേന്ദ്ര വന നിയമം പരിഷ്കരിക്കണം. നമ്മുടെ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പട്ടയ പ്രശ്നമുണ്ട്. കേന്ദ്ര അനുമതി നമുക്ക് ആവശ്യമാണ്. നമുക്ക് ധാരാളം ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ്. ധാരാളം ടൂറിസം പദ്ധതികൾ നമുക്ക് ലഭ്യമാവണം. അതിനെല്ലാം വേണ്ടി ഡോക്ടർ തോമസ് ഐസക് ഇന്ത്യയുടെ പാർലമെന്റിലെത്തണം. ഡോക്ടർ തോമസ് ഐസക് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയെങ്കിൽ മാത്രമേ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി കഴിയൂ. അതിനെല്ലാം വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ബഹുജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. കോന്നി ഏരിയ കമ്മിറ്റിയുടെ ഒരു ഉപഹാരം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സാമില സമർപ്പിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരണീയനും ബഹുമാന്യനുമായ സഖാവ് സീതാറാം യെച്ചൂരിയെ ക്ഷണിക്കുന്നു. അത് പരിഭാഷപ്പെടുത്താൻ അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരനെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, எனக்கு மலையாளம் அறியல. என் மாதృభాష தெலுங்கானா. அதுக்கு தான் நான் இங்கிலீஷில் சம்சாரிக்கவே காம்ரேட் பரிபாஷ பண்ணுவான். So I am here from Delhi to make an appeal to the people of Kerala that these elections are not ordinary elections. These elections, the outcome of this election will determine
whether India will continue to remain a secular democratic republic or not. And that is why this is an election which faces an existential threat to our constitutional republic and our democracy. Therefore, defeating the BJP this time is absolutely essential. Otherwise, we cannot really save India. As we know, India, a country in which we were born, we have grown up, I mean, that sort of a country will not remain if the BJP returns for the third term. That is why this is a decisive election. People of Kerala always, at decisive movements, have shown the people of India a new direction, whether it's from 1957 onwards till now. And today you have to show the direction once again by electing the left and the LDF in a stronger position in the Lok Sabha, defeating the BJP, so that an alternate secular government can be formed, which can work to unite the country, the people, and for improvement of our livelihood. പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ ഡൽഹിയിൽ നിന്ന് എത്തിച്ചേർന്നത് കേരളത്തിലെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാജ്യമൊരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ കാത്ത് രക്ഷിക്കണമെന്നും നമ്മളേവരും ആഗ്രഹിക്കുകയാണ്. അതിനെല്ലാം വിഘാതമായി നിൽക്കുന്ന BJP വീണ്ടും അധികാരത്തിൽ വരുന്ന പക്ഷം അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പരാജയം അനിവാര്യമാണ്. മൂന്നാമത് ഒരു ടേം കൂടി BJP അധികാരത്തിൽ വരുന്ന പക്ഷം അത് കൂടുതൽ അപകടം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള ജനത എന്നും ഇന്ത്യക്ക് മാതൃകയായി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. 1957 മുതലുള്ള അനുഭവം അതുതന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും കാട്ടിക്കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി LDF പൂർവാധികം ശക്തിയായി മുന്നോട്ട് വരും, വിജയിക്കും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം. Why do I say this is an existential threat to India? During the last 10 years, the Modi government has systematically assaulted the 4 foundational pillars of our constitution. They are secular democracy, economic sovereignty, federalism, and social justice. Each one of these pillars have been systematically being assaulted. Along with this, all the independent institutions created by the Constitution of India, beginning from the Parliament, the Judiciary, the Election Commission, the investigating agencies like the ED, the CBI, all of them are being misused and sought to be misused. Some are blatantly misused like the ED and the CBI, and they are being used as the handmaidens of the ruling party. So this is aimed at the entire destruction of this constitutional order of India, with the idea that to replace the secular democratic republic with the RSS version of a rabidly intolerant, authoritarian, a fascistic Hindutva Rashtra. If that happens, then India as we know of it will not remain. That has to be stopped, and that is why it is important to elect an alternate secular government at the center, which means defeating the BJP at the polls. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിലെ BJP ഭരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ 4 ഘടകങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതിലൊന്ന് ജനാധിപത്യമാണ്, മറ്റൊന്ന് മതേതരത്വമാണ്, വേറൊന്ന് ഫെഡറൽ സംവിധാനമാണ്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയുമാണ്. ഇതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന നടപടികളാണ് കഴിഞ്ഞ കാലത്ത് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പാർലമെന്റും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയും ഇലക്ഷൻ കമ്മീഷനും അന്വേഷണ ഏജൻസികളും ഇതെല്ലാം ഇന്ന് ദുരുപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഭരണഘടനാപരമായ ഇത്തരം സ്ഥാപനങ്ങളെ ഭരണകക്ഷിയുടെ താൽപ്പര്യത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തുക എന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്.
RSS വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വം എന്നത് ഒരു ഏകാധിപത്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ്. അത് നമ്മുടെ രാജ്യത്തെ തകർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ രാജ്യം ഛിന്നഭിന്നമാവാനുള്ള എല്ലാ സാധ്യതയുമാണ് അതിലൂടെ കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയും പകരം ഒരു മതേതരത്വം സംരക്ഷിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുക എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ലക്ഷ്യം. That is why I am surprised, having come to Kerala, that instead of focusing on this primary objective of defeating the communal forces and safeguarding India, I find that the UDF and their leaders here are focusing more against the LDF and the Chief Minister, Pinarayi Vijayan, and not on the primary task of defeating the BJP. All the parties associated with the UDF are all members of the India bloc. And in the India bloc at the All India level, all of us are committed to the fact that this government, Modi government, must be defeated and an alternate secular government must be brought about. But yet in Kerala, I suddenly find that the UDF leaders are surprised why the Chief Minister of Kerala is not arrested when Chief Minister of Delhi and the Chief Minister of Jharkhand are arrested. Now this is something which is very peculiar. I mean, nobody from the India bloc really is articulating or asking for the arrest of a member of the same India bloc, Chief Minister in the state. Now, instead of demanding that the Chief Minister of Delhi and Jharkhand should be released, the demand is, why is not the Kerala Chief Minister arrested? Now, what is the target of the UDF? Is it to defeat the BJP or is it to defeat the LDF? If you want to target the LDF, then you are only helping the BJP. So a vote for the UDF in Kerala situation today actually means a vote for the BJP, because this is what they are targeting, that they want the most consistent and the most sincere opponents of Hindutva and its ideology and its policies to actually be arrested, and action must be taken against them by Modi. Asking Modi to take action against the Kerala Chief Minister is the most condemnable action, that an act that must be strongly and roundly condemned. ഇന്നത്തെ ഇന്ത്യയിലെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് മതേതരത്തെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിവിധ പാർട്ടികൾ ഒത്തുചേർന്നിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ദേശീയ തലത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന ചില കക്ഷികൾ കേരളത്തിലെ UDFന്റെ ഭാഗമായിട്ടുണ്ട്. എന്താണ് അവരുടെ കടമ എന്നവർ തുറന്നു പറയേണ്ടിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഡൽഹി മുഖ്യമന്ത്രിയെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെയും ഒക്കെ അറസ്റ്റ് ചെയ്തതുപോലെ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചോദിക്കുന്നു. എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്. എന്താണ് അവരുടെ പരിപാടി? BJPയെ പരാജയപ്പെടുത്തലാണോ അതോ LDFനെ പരാജയപ്പെടുത്തലാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പരിപാടി? അത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഹിന്ദുത്വ ആശയങ്ങൾ രാജ്യത്ത് വിജയിക്കുന്ന പക്ഷം അത് രാജ്യത്തിന് അപകടമുണ്ടാകും എന്ന് LDF നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ആ LDFനെ പരാജയപ്പെടുത്തുക എന്നാൽ അതിൻ്റെ അർത്ഥം ഹിന്ദുത്വ ശക്തികളെ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ആ ചോദ്യം തികച്ചും അപലപനീയമാണ്. അത് ഈ സന്ദർഭത്തിൽ ആ പ്രസ്താവനയെ ഞാൻ ശക്തമായി അപലപിക്കുകയാണ്. That is why today we do not take names of the leaders of the opposing parties. We go by what are their policies and what are their programs. If the charge is that the CPIM and the CPIM leadership and the Chief Minister are supporting Modi or in collaboration with Modi, let us look at the record. Let us look at the record of the last 10 years or even last 5 years, let us take. In the last 5 years, which is the party that consistently opposed the BJP's policies and consistently opposed them and to on many issues to defeat the BJP's policies and the policy direction? Begin with the Citizenship Amendment Act. Which is the party in the country which took the Citizenship Amendment Act to the Supreme Court saying that this is unconstitutional? The Constitution of India does not equate or connect citizenship with religion.
And by connecting it, this act itself is unconstitutional, and that is what the CPIM said and consistently opposed the CAA all along, and the cases there pending before the courts. And which was the national party that first protested against the CAA all across the country? Who were the leaders or the first leaders of the national political party who were arrested for their opposition to the CAA? It was the CPIM, and I was one of the first national leaders to be arrested in Delhi in our protest actions against the CAA. So that is our opposition to Modi in action, in practice. Why was the other members of this UDF not visible in that sort of a protest? Who is supporting or who is collaborating with Modi? That you will very clearly have to answer. ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഒന്നും പേര് ഞാനിവിടെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞകാല അനുഭവം, കഴിഞ്ഞകാല റെക്കോർഡുകളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ ഓരോ പാർട്ടിയും നേതാക്കളുമൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ള നയം എന്താണ് എന്നതാണ് പ്രശ്നം. അതല്ലാതെ ഏത് വ്യക്തി എന്നുള്ളതല്ല, അവരുടെ നയമാണ് പ്രശ്നം. അങ്ങനെ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം. പൗരത്വത്തിന്റെ മാനദണ്ഡമായി, മതം പൗരത്വത്തിന്റെ ഒരു മാനദണ്ഡമായി തീരുമാനിച്ചുകൊണ്ടൊരു നിയമം വന്നപ്പോൾ ആരാണ് അതിനെ ചോദ്യം ചെയ്തത്? ആരാണ് ആദ്യമായി അതിനെതിരായി ശബ്ദമുയർത്തിയത്? സുപ്രീം കോടതിയിൽ അതിനെതിരെ കേസ് ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അത് പരിശോധിച്ച് ആ നിയമം അസാധുവാക്കി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ആ കേസ് ഞാൻ മുൻകൈയെടുത്താണ് കോടതിയിൽ ഫയൽ ചെയ്തത്. അതുപോലെ തന്നെ CPIM ആണ് ആദ്യമായി അതിനെതിരെ ദേശീയ തലത്തിൽ ശബ്ദമുയർത്തിയത്. എന്നാൽ മറ്റ് പല പാർട്ടികളുടെയും, പ്രതിപക്ഷത്തെ മറ്റു പല പാർട്ടികൾ അടക്കമുള്ളവരുടെ കാര്യം പരിശോധിച്ചാൽ അവരിപ്പോഴും മൗനം ദീക്ഷിക്കുന്നു എന്നുള്ളത് വളരെ കൗതുകകരമാണ് എന്ന് നാം കാണേണ്ടിയിരിക്കുകയാണ്. ഇതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് എന്ന് ഞാനിവിടെ ചോദിക്കുകയാണ്. Then you take the next instance of Article 370, abrogation and the dissolution of the only Muslim majority state in India, Jammu and Kashmir, and converting it into two administrative territories. And who was the one who took this case to the Supreme Court again? And in the Supreme Court argued and managed to be the first national leader to breach the Iron Curtain and enter Srinagar to meet all the detained leaders. It was the CPIM, and I was permitted by the Supreme Court to enter Srinagar and meet all the detained leaders. But why were the Congress leaders not able to do it? Where was their opposition to what Modi was doing, destroying the unity and integrity of our country and attacking the only Muslim majority state in our country? അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് സംബന്ധിച്ച പ്രശ്നം. അത് റദ്ദ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ജമ്മു കാശ്മീരിനെ വിഭജിക്കുകയാണ് ഉണ്ടായത്, രണ്ടായി വിഭജിച്ചു. അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം തടങ്കലിലാക്കി. ആ തടങ്കലിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ മുൻകൈയെടുത്താണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. അതുപോലെ ശ്രീനഗറിൽ പോയി തടങ്കലിലായ നേതാക്കളെല്ലാം ഞാൻ നേരിട്ട് കണ്ടു. മറ്റ് പല പാർട്ടികളും അതിന് തയ്യാറായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് തയ്യാറായത് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കണം. And that is why, otherwise you take the case of Bilkis Banu, gang rapist. All the gang rapists were pardoned by the BJP government, and including the approval by the Union Home Minister. We went to the Supreme Court as CPI, one of the petitioners, and we managed to reverse that verdict, and the gang rapists of Bilkis Banu are today back in jail. Who got it done? Among those was the CPIM. So where was the Congress or the other members of the UDF then? So don't tell us whether we are for cooperating with Modi or we are actually attacking and opposing Modi. Like this, I can give you a total list. On every single occasion, wherever Modi's policies were against the interests of India, against the interests of the unity of our people, against the interests of our constitution and our democracy and civil liberties of our people, the CPIM has been in the forefront, will remain to be in the forefront, because we are committed
as patriots to a secular democratic India, and on that nobody can actually raise a finger against the CPIM credibility or its sincerity, and that is what all these events have proven. That is why I am surprised here in Kerala that these questions are being raised about the CPIM, and they must be answered very squarely by the people of Kerala. Who is the main enemy? Who is the main target? You want to target the BJP in order to save India today? Then target the BJP and not targeting the left. The left is the most sincere force, and that is why you must ask the Congress people, do they have the list of how many of their leaders have left the Congress party and joined the BJP? In every single state from their top leadership, they have left the Congress party and joining the BJP. And then they say, we are the ones who are cooperating or are being soft to the BJP. Now that reality is there for everybody to see. So therefore my sincere appeal to them is that you introspect, you find out why your own people are leaving your party and going and joining the BJP. And don't raise fingers, fingers very on a wrong basis, accusing the left and the CPIM as being somebody who is actually cooperating with Modi, and this is the biggest disservice that is being done by these secular parties in the UDF. ബൽക്കിസ് ബാനു കേസ് പ്രമാദമായ ഒരു കേസാണ്. അതിൽ കുറ്റവാളികളെ സംരക്ഷിക്കുകയും കുറ്റവാളികളെ വെറുതെ വിടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും കീഴ്ക്കോടതിയുടെ വിധി അസാധുവാക്കിക്കൊണ്ട് അതിലെ കുറ്റവാളികളെല്ലാം തന്നെ വെറുതെ വിടപ്പെട്ട എല്ലാ കുറ്റവാളികളും വീണ്ടും കുറ്റവാളികളാണ് എന്ന് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡിയുടെ എല്ലാ നയങ്ങളും, നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന നയങ്ങൾ ജനാധിപത്യ വിരുദ്ധവും മതേതരത്വത്തിനെതിരായിട്ടുള്ളതും രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുന്നതുമാണ്. ഇതിനെ ചെറുത്തു നിൽക്കാൻ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് ആരാണ് എന്ന് നാം പരിശോധിക്കണം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല പാർട്ടിയിൽ നിന്നും ധാരാളം ആളുകൾ BJPയിലേക്ക് പോകുന്നു. ഇടതുപക്ഷത്ത് നിന്ന് അങ്ങനെ പോകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കണം. നിങ്ങൾ തന്നെ പരിശോധിക്കണം, കോൺഗ്രസ് നേതാക്കൾ തന്നെ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അണികളിൽ നിന്ന് BJPയിൽ നിങ്ങളുടെ അണികളും നേതാക്കളും അടക്കമുള്ളവർ അടിക്കടി ഇങ്ങനെ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളാണ് ഈ കാര്യം പരിശോധിക്കേണ്ടത്. നിങ്ങൾ BJPയെയും വർഗീയതയെയും എതിർക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ഇടതുപക്ഷം മാത്രമാണ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. That is why the CPIM does not distinguish who are the people who are being attacked by Modi, and it does not distinguish which is the leader that is being attacked. Everybody who is attacked by this Modi regime, everybody whose rights are denied by this Modi regime, the CPIM stands in solidarity. We have stood in solidarity with the Congress leaders when they were attacked and ED was sent after them to pursue their highest leadership. We condemned the manner in which they were when they were suspended from Parliament and they were removed from the Parliament because of some lower court decision which was finally overturned by the Supreme Court. The Chief Minister of Kerala was one of the earliest to condemn that action against the Congress leader. So we don't distinguish between political opponents here. Even those whom we fight in elections, like the Trinamool Congress in Bengal, when the BJP threatened to dismiss that government and impose the president's rule, the CPIM was the first one to condemn it, saying that we will not approve it and we will oppose it and we will come to the streets and protest against it. So if you want to defend India's constitution, it must be defended for everybody. The democratic rights are there for everybody and that must be defended. And you cannot pick and choose whom it should be defended for or whom it should not be. That is why today, if the UDF continues the way it is continuing to target the LDF, then a vote for the UDF actually means a vote for the BJP. And that is why, if you want to defeat the BJP and to safeguard the secular democratic character of India, our constitution and our democracy, it is absolutely essential that you must elect the LDF in a very, very big manner and
contribute to this struggle that is taking place countrywide? നമ്മുടെ രാജ്യത്തെ ആരെല്ലാമാണ്, ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കളാണ് കടന്നാക്രമിക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സമീപകാലത്താണ് പാർലമെന്റിൽ ചില നിയമങ്ങൾ പാസാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പാർലമെന്റിൽ നിന്ന് ധാരാളം എംപിമാരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് അവരെ പുറത്താക്കിയതിന് ശേഷം BJP സർക്കാർ ഉദ്ദേശിച്ച തരത്തിൽ ആ ബില്ലുകൾ, നിയമങ്ങളെല്ലാം പാസാക്കിയെടുക്കുകയാണ് ഉണ്ടായത്. ഇത് സംഭവിച്ചപ്പോൾ അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് അങ്ങനെ പുറത്താക്കപ്പെട്ടത് എന്ന് പരിശോധിക്കാതെ അതിനെ അപലപിക്കാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായത്. അത് നാം അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ആരാണ് പീഡനത്തിന് വിധേയരാവുന്നത്, അല്ലെ ആർക്കെതിരായിട്ടാണ് കടന്നാക്രമണം ഉണ്ടാകുന്നത്, അതിനെ ചോദ്യം ചെയ്യുവാൻ ഇടതുപക്ഷം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ UDF-ന് ഒരു വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് BJP-ക്ക് വോട്ട് കൊടുക്കുന്നതിന് തുല്യമായി കണക്കാക്കാവുന്നതാണ്. അതിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എല്ലാം സംരക്ഷിക്കാൻ കരുത്തുള്ള, ആത്മാർത്ഥതയുള്ള ഒരേ ഒരു പ്രസ്ഥാനം LDF മാത്രമാണ് എന്നുള്ളതാണ്. That is why, like you shown the way, as I said, from 1957, you also showed the way in 2004. 2004, when all of us were likewise uniting all the secular opposition parties to defend India, our constitution, against the Vajpayee government and its communal activities. In that election, it was clear that an alternate secular government in India will be under the leadership of the Congress party. In spite of that, the people of Kerala gave the LDF 18 of the 20 MPs. 18 LDF MPs won the election in 2004, forming a strong left in the parliament. The result was what? The result was a more steadfast and sincere opposition to the politics of communalism, and to correct all the distortions that came up in the Vajpayee government, and more importantly, to implement pro-people policies and measures which India never saw after independence. It was during then that you had the Rural Employment Guarantee Scheme enacted. It was then you had the right to information enacted. It was then you had the right to food security enacted. It was then you had the right to our tribals to their forest lands and the forest produce, that law enacted. It was then that you had the right to education enacted. All these pro-people policies were possible only because there was a strong left. And it was the left that defended and safeguarded the Constitution of India, its democracy and its civil liberties of the people, at the same time implemented pro-people policies. Likewise today, in 2024, 20 years later, a similar situation has arisen. Today we need a very steadfast opposition to the communal forces in the parliament. Vacillation and parties that vacillate cannot be the answer. Parties who want to fight Hindutva with pale Hindutva, saffron with a pale saffron, a hard Hindutva or a soft Hindutva, a strong saffron or a pale saffron, only help the communal forces and the BJP. This sort of vacillation will not work. You have to be firmly against them. And it has to be firmly against them and enact pro-people policies. You require a stronger left. And that is why my appeal to the people of Kerala is that, like you have done since 1957, you must this time strengthen the left in the parliament by electing as many as the LDF candidates to the parliament, and that is the only way in which we can safeguard our secular democratic republic and work for the interests of the people. നമ്മുടെ രാജ്യത്ത് ഇത്തരം മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എക്കാലത്തും മാതൃക കാട്ടിക്കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് 2004 ഒരു മതേതര സർക്കാർ അധികാരത്തിൽ വരണം എന്ന താല്പര്യത്തോടെ ഇടതുപക്ഷം ആകെ തന്നെ അതിനെ പിന്തുണച്ചത്. അന്ന് കേരളത്തിൽ നിന്ന് വിജയിച്ചുപോയ 18 പാർലമെന്റ് അംഗങ്ങൾ, LDF-ന്റെ അംഗങ്ങൾ ശക്തമായ ചെറുത്തുനിൽപ്പ് പാർലമെന്റിൽ സംഘടിപ്പിച്ചു.
വാജ്പേയി സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ തെറ്റായ നിലപാടുകളെയും എതിർത്തുകൊണ്ടാണ് അന്ന് മുന്നോട്ട് പോയത്. അന്ന് LDF പിന്തുണച്ച സർക്കാർ, അവിടെ UPA സർക്കാർ ഉണ്ടായിരുന്ന ആ കാലത്താണ് നിരവധി പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളും പരിഷ്കാരങ്ങളും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. പാവപ്പെട്ട ഗ്രാമീണ തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന ആ ഒരു പദ്ധതിയും അതിൻ്റെ നിയമവും, ഭക്ഷ്യ സുരക്ഷാ പദ്ധതി, അതുപോലെ തന്നെ ആദിവാസികൾക്ക് വേണ്ടി വനാവകാശ നിയമ പദ്ധതി, വിദ്യാഭ്യാസ നിയമം തുടങ്ങി വിവിധ പുതിയ നിയമനിർമ്മാണങ്ങൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ പാസാക്കിയെടുക്കാൻ അന്നത്തെ മതേതര ഗവൺമെന്റിന് സാധിച്ചു എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ്. അതേപോലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് വീണ്ടും 2024 നമ്മുടെ മുന്നിൽ സംജാതമായിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മൃദു ഹിന്ദുത്വം എന്ന ആശയം വളരെ തെറ്റാണ്. അത് തീവ്ര ഹിന്ദുത്വത്തെ സഹായിക്കാൻ മാത്രമേ കാരണമാവത്തുള്ളൂ. അതുകൊണ്ട് ഈ രണ്ടിനെയും എതിർക്കുന്ന, തീവ്ര ഹിന്ദുത്വമായാലും മൃദു ഹിന്ദുത്വമായാലും അത്തരത്തിലുള്ള എല്ലാ വർഗീയതയെയും എതിർക്കുന്ന ശക്തമായ ഒരു ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യമായിട്ടുള്ളത്. അതിന് പരമാവധി LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കുക എന്നത് കേരളീയരുടെ കടമയായി നാം കാണണം. That is why today it is important for these pro-people policies. What is the situation in the country? We have the highest levels of unemployment in India after independence. Bulk of our youth are unemployed. 46% of our graduate youth are unemployed today. Now the youth are being destroyed. That means future of India is being destroyed. In this sort of a situation, we need alternate policies that can generate employment. And you need guarantees and new laws. Like the rural employment guarantee, you now need an urban employment guarantee in addition. So who will enact these laws? Who will put the pressure for such laws to be enacted? That can only come from the left. From the left, and a stronger left is therefore absolutely essential. എന്താണ് ഇന്നത്തെ സാഹചര്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ കാര്യം വളരെ അപകടകരമായ നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ബിരുദധാരികളായ വിദ്യാസമ്പന്നരായ 46% വരുന്ന ആളുകൾ ഇന്ന് തൊഴിലില്ലായ്മയെ നേരിടുകയാണ്. ഇവരുടെ ഭാവിയിൽ കുഴപ്പമുണ്ടായാൽ അത് നമ്മുടെ രാജ്യം തന്നെ അപകടത്തിലാവുന്ന സ്ഥിതി ഉണ്ടാവും. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ തന്നെ എടുത്തു പരിശോധിച്ചാൽ കേരളം ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഗ്രാമങ്ങളെ പോലെ തന്നെ നഗര തൊഴിലാളികൾക്കും വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചു. നഗര പ്രദേശങ്ങളിലെ ഇത്തരം തൊഴിലാളികൾക്ക് വേണ്ടി മറ്റൊരു സംസ്ഥാനവും ഇതുപോലെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല. ആ പദ്ധതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പിലാക്കണം എന്നതാണ് നമ്മുടെ ആവശ്യം. At the same time, today we find this Modi government presiding over the most corrupt government that India has seen after independence. This entire electoral bonds case, which was that political party that took the initiative and opposed the electoral bonds not only in parliament but outside? The only party in the country that refused to accept electoral bonds or even take one naya paisa from the electoral bond scheme is the CPIM, and we have stood by that fact that electoral bonds is the legalization of political corruption. That is why the Supreme Court allowed us to petition, saying that this is unconstitutional. Supreme Court did not allow any other political party to petition because they said all of you have accepted electoral bonds. The only party that has not accepted is CPIM, therefore we are permitting them. And finally we succeeded. We succeeded and the Supreme Court declared them as unconstitutional. And then the exposure came of how Modi and his government are actually making money. They have been using three methods primarily. They are many more methods. But the three methods, the first was mafia-style extortion. That I call a company owner and say, if you don't buy electoral bonds and contribute to the BJP, I will send the ED, the ID, the IT and the CBI
after your company, raid your company, arrest you. And if you want to prevent all that, then buy electoral bonds and contribute to BJP. There are various companies who have done that, and the list is now available. This is direct mafia-style extortion. The second method was what is called the quid pro quo. That is, you tell companies that you buy electoral bonds, contribute to BJP, I'll give you the Indian airports. You buy electoral bonds and give it to the BJP, I'll give you control over the entire petroleum sector of our country. And like that, you give deals. That is, take bribes for giving deals to these business people. That is quid pro quo, that is deal making. And the third method, most dangerous, is money laundering. Many companies who actually shown making losses in their balance sheets, these companies have bought thousands of crores of rupees worth of electoral bonds and contributed to the BJP. If they are making losses, where did they get the money to buy these electoral bonds? Where is this money coming? Whose money is this? Is this foreign money? Is this money connected with the international drug trade? Is this money connected with the illegal international trade? These are serious issues that have implications for our national security. And this money laundering was the third method through which they made their money, and this corruption was legalized, and more than 10,000 crores they made here. Another 10,000 crores is there in the PM CARES fund, and this way country is being looted. Not only is the country being looted, but the friends of our Prime Minister, the cronies, are being promoted. What is being created in the last 10 years is a corporate communal nexus. This corporate communal nexus is looting the country and looting the livelihoods of the people. ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു സർക്കാരാണ് ഇന്നത്തെ നമ്മുടെ കേന്ദ്ര സർക്കാർ. അത് അത്തരത്തിലുള്ള എല്ലാ അഴിമതി പ്രശ്നങ്ങളെയും അഴിമതി ആരോപണങ്ങളെയും നമ്മൾ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിഷയം ഉയർത്താൻ, ഇതിനുവേണ്ടി പോരാടാൻ ആരെല്ലാമാണ് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം, നിയമം, രാഷ്ട്രീയ അഴിമതിയെ നിയമവൽക്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, നിയമവിധേയമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. അതും പ്രകാരം വലിയ തോതിലാണ് മോഡി സർക്കാരിന്റെ നേതൃത്വത്തിൽ അഴിമതി നടന്നത്. ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ 3 തരത്തിലുള്ള പണം സമ്പാദിക്കാനും അഴിമതി കാണിക്കാനും വേണ്ടി 3 തരത്തിലുള്ള സംവിധാനങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് മാഫിയ സ്വഭാവത്തിൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക എന്നുള്ളതാണ്. അത് നിരവധി കമ്പനികളെ ഭീഷണിപ്പെടുത്തി അവരോട് പണം വാങ്ങിയതിൻ്റെതായിട്ടുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് പല കമ്പനികളും ഭയന്ന് ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണമടച്ചത്. രണ്ടാമത്തെ മാർഗം പ്രലോഭനമാണ്. പ്രലോഭിപ്പിച്ച് കാര്യങ്ങൾ നേടുക, പണം വാങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണമടച്ചാൽ നിങ്ങൾക്കൊരു പുതിയ കമ്പനി അനുവദിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പദ്ധതി അനുവദിച്ചു തരും. അങ്ങനെ കമ്പനിയും പദ്ധതിയും ഒക്കെ അനുവദിച്ച് കിട്ടാൻ വേണ്ടി ധാരാളം ആളുകൾ പ്രലോഭനത്തിന് വിധേയരായി പണമടക്കുകയുണ്ടായി. മറ്റൊന്ന് ഈ ക്രമവിരുദ്ധമായ സാമ്പത്തിക തട്ടിപ്പാണ്. നഷ്ടത്തിലായ നിരവധി കമ്പനികൾ കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ടിലേക്ക് നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് നഷ്ടത്തിലായ കമ്പനികൾ ബോണ്ടിലേക്ക് പണം നൽകാൻ കഴിയുന്നത്? അപ്പോൾ നഷ്ടത്തിലാണ് എങ്കിൽ പോലും അവരുടെ കൈവശം കള്ളപ്പണമോ അന്തർദേശീയ തലത്തിലുള്ള കുഴൽപ്പണമോ ഉണ്ട് എന്നുള്ളതാണ്. അതെല്ലാം തന്നെ ഈ ബോണ്ടിലേക്ക് വാങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെ നമ്മൾ കാണേണ്ടത്. അങ്ങനെ 10,000 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ സമാഹരിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, നേരത്തെ PM കെയർ എന്ന് പറഞ്ഞ് മറ്റൊരു പദ്ധതിയും ഇതേപോലെ അഴിമതിക്ക് ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ളതിലെ ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് മോഡിയുടെ സർക്കാർ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നാം കാണുന്നത് വലിയ കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ വർഗീയ ശക്തികളും എല്ലാം ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് ഒരു വലിയ ബാന്ധവമാണ്. അത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. And that is why there are many other ways in which
this Modi government is destroying a country. One is on the pillar of federalism that I pointed out earlier. Look at the manner in which the Modi government has been harassing the LDF government in Kerala. They are not allowing the LDF government to legitimately borrow, which the constitution permits. They are not giving back the full dues that have to be paid back to the state of Kerala from the GST. They are not allowing the raising of new taxes by the state government. The state government had to go to the Supreme Court and from there get some relief. It's not only the Kerala government. The Tamil Nadu government had to go to the Supreme Court. The Bengal government had to go to the Supreme Court. And at the same time, the Modi government is misusing the positions of the governors in order to carry forward its political agenda. And that has also been severely criticized by the Supreme Court, the manner in which the governors are behaving. So they are actually seeking to destroy the autonomy of the states, a constitutionally protected guarantee of the state governments having their own protected legal rights. They are trying to destroy that. Why? Because if they want to convert India into a rabidly intolerant, authoritarian, fascistic Hindutva Rashtra, they require a unitary state. A state which has all the powers in the center, in the union. And that is what the philosophy of the RSS says. One country, one culture, one language. And it is that, in order to impose that, you require a unitary state, not a federal state. So they are destroying federalism and want to create a unitary state so that that will be easier to facilitate the establishment of a fascistic government in the country. അതുപോലെ തന്നെ നാം പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നായ ഫെഡറലിസത്തെ തകർക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഗവർണർമാരുടെ പദവിയെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ ദുർബലപ്പെടുത്തുക. കേരളത്തിൽ ഗവർണറുടെ നടപടിക്കെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സമീപിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. ഇത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബംഗാളിലും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മേൽ ഗവർണർമാർ നടത്തുന്ന അമിതാധികാര പ്രവർത്തനങ്ങൾക്കെതിരെ അവരും ശക്തമായ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർ പദവിയുടെ ഈ ദുരുപയോഗം ഫെഡറലിസത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. സുപ്രീം കോടതി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ രാജ്യത്തെ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനവുമെല്ലാം നിലനിൽക്കുന്ന ഒരു ഫെഡറൽ സംവിധാനം ലംഘിക്കപ്പെടുകയാണ്. ഇത് RSSന്റെ തന്നെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. എല്ലാ അധികാരവും രാജ്യത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും അധികാരങ്ങൾ വേണം എന്നുള്ള ഒരാശയത്തിൽ നിന്ന് മാറി അധികാരങ്ങളെല്ലാം കേന്ദ്രത്തിന് മാത്രം മതി, ഏക ഗവൺമെന്റ്, ഒരു രാജ്യം, ഒരു സർക്കാർ എന്നുള്ള ആശയം നടപ്പിലാക്കാനുള്ള ഒരു തുടക്കമാണ് എന്ന് നാം മനസ്സിലാക്കണം. സാമ്പത്തികമായി തന്നെ ഈ രംഗത്ത് സാമ്പത്തിക ഫെഡറലിസത്തെ തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം തരുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് കാണിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് തന്നെ GST വിഹിതമായി ലഭിക്കേണ്ട തുക തരാതിരിക്കുന്നത് സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്നതാണ് എന്ന് നാം കാണണം. So that's why today we require this government to be defeated and India to be saved from the clutches of these communal forces who are trying to change the very secular democratic character of our country today. All the BJP leaders have been saying, give Modi 400 seats, with 2/3 majority in the parliament, we will change the constitution. And today, the Prime Minister is now saying, no, who said that? Nobody can change the constitution. Even Ambedkar cannot change the constitution today. But the whole campaign that was conducted was, give BJP 400 seats so that we can change the constitution that will facilitate the establishment of this fascistic order in India. Now they are backtracking because of public
public pressure and public non-acceptance. But then that has to be strengthened further. This has to be rejected for the sake of India, for the sake of ourselves and for the sake of our children and our future. Whether a country like India, with all its plurality, with all its diversity, which is its richness, with that plurality and that diversity, can we keep that country alive today on the basis of a thriving diversity and plurality, which is our strength. They want to destroy that strength, the BJP, and impose a uniformity, a uniform polity, a fascistic order, a uniform society based on the Manusmriti, and a uniform economy where there is complete loot by the BJP and its cronies. So it is this sort of a danger that we must defeat today. That is why my appeal is that, Comrade Thomas Isaac, we have been associates together for more than 45 years now. We were part of the SFI movement at the same time. We are contemporaries in the student movement. I'm going back to late 1970s and early 80s. And so we've been in the party, in the struggles, in the movement, in everything else together. And somebody like him is required today in the parliament to actually give the alternatives to the manner in which the Modi government has destroyed our institutions and destroyed the entire financial structure of our country. So his being in the parliament along with the rest of the LDF comrades who will be elected from Kerala will provide that strength in the parliament to safeguard India and at the same time implement pro-people policies. That is why my appeal to all of you is to make sure that Thomas Isaac is elected from Pathanamthitta with a very, very big margin, because that is absolutely essential to save India today so that we can change India for the better tomorrow. നമ്മുടെ രാജ്യത്ത് മതേതരത്വത്തെ സംരക്ഷിക്കാനുള്ള പലവിധത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാം. നേരത്തെ ഇവർ പ്രഖ്യാപിച്ചിരുന്നു പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം BJPക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന തന്നെ അവർ ഭേദഗതി ചെയ്യും എന്ന്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായി. ഈ സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുകയില്ല, അംബേദ്കർക്ക് പോലും ഈ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നല്ല. ഇതിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല, ഇത് നമുക്ക് വിശ്വസിക്കാനാവില്ല. ഇത്തരം നയങ്ങളെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പുതിയ തലമുറയെ തന്നെ, രാജ്യത്തെയും രാജ്യത്തിൻ്റെ പുതിയ തലമുറയെയും എല്ലാം അപകടപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുദ്ദേശിക്കുന്നത് മനുസ്മൃതിയെ ആസ്പദമാക്കിയ ഒരു ഭരണവ്യവസ്ഥയാണ്, മനുസ്മൃതിയെ ആസ്പദമാക്കിയ ഒരു ഭരണഘടനയാണ്. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. അതോടൊപ്പം തന്നെ സാമ്പത്തിക ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്, അതിനെയും നമുക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ എല്ലാ നയങ്ങളെയും എതിർക്കണമെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിന്ന് വിജയിക്കേണ്ടത്. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ എനിക്ക് കഴിഞ്ഞ 45 വർഷത്തിലധികമായി വളരെ അടുത്ത് പരിചയവും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരവും എല്ലാം ലഭിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തിന് പാർലമെന്റിൽ ഒരവസരം കിട്ടിയാൽ നിശ്ചയമായും ഇന്ന് നടപ്പിലാക്കുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരായി ബദൽ നയങ്ങൾ പാർലമെന്റിൽ ഉയർത്തിക്കാട്ടാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കേണ്ടത് ഡോക്ടർ തോമസ് ഐസക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പത്തനംതിട്ടയിൽ നിന്നും നിങ്ങൾ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. So with the confidence that you will, as the people of Kerala, will show the way to the Indian people on how to proceed to save India today, so that we can change India for the better tomorrow with better policies, you will contribute and show the direction like people of Kerala have always done, as I said, from 1957. And in this election, from Pathanamthitta, you will elect Comrade Thomas Isaac with a very, very big margin. With that confidence, I take leave of you. Thank you. എനിക്ക് നിശ്ചയമായും വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യക്ക് മാതൃക കാണിക്കും എന്നുള്ള കാര്യത്തിൽ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്.
കേരളത്തിലെ ജനങ്ങൾ എക്കാലത്തും ഇന്ത്യക്ക് ശരിയായ ദിശാബോധം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്. പുരോഗമന പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളാണ് വലിയ സംഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ വിജയിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിനു വേണ്ടി നിങ്ങളോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി മുൻ DCCയുടെ പ്രസിഡന്റും ഇപ്പോൾ നമ്മുടെ സഖാവ് ബാബു ജോർജ് സംസാരിക്കും. പ്രിയ സഖാക്കളെ, ഞാൻ ഒരു പ്രസംഗത്തിന് ഇനിയും മുതിരുന്നില്ല. വളരെ മനോഹരമായി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മുടെ പാർട്ടി സെക്രട്ടറി ബഹുമാനായ സഖാവ് സീതാറാം യെച്ചൂരി ഇവിടെ സംസാരിച്ചു. ആ പ്രസംഗത്തോട് പരിപൂർണമായി നീതി പുലർത്താൻ പത്തനംതിട്ടയിലെ ആളുകൾക്ക് കഴിയും എന്ന വാക്ക് നമ്മൾ സെക്രട്ടറിക്ക് കൊടുക്കണം. കാരണം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒരു ഇടതുപക്ഷ സാന്നിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകാൻ ഉറപ്പിക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ. കൃതജ്ഞത പറയുന്നതിന് വേണ്ടി ശ്യാംലാലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി സഖാവ് തോമസ് ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഖിലേന്ത്യാ നേതാവും CPIMൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരിയോടുള്ള കോന്നി നിവാസികളുടെ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സഖാവ് PJ അജയകുമാർ, സഖാവ് PR ഗോപിനാഥൻ, CPIMൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് KP ഉദയഭാനു, സഖാവ് രാജു എബ്രഹാം, സഖാവ് ബാബു ജോർജ്, രാജു നെടുവമ്പ്രം, എബ്രഹാം വാഴയിൽ തുടങ്ങി വേദിയിലുണ്ടായിരുന്ന എല്ലാ MLA സഖാവ് KU ജനീഷ് കുമാർ തുടങ്ങിയ എല്ലാ ആളുകൾക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.